നമസ്കാരം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണ്. ജന്നൈദ ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ 2 പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് നിലവിളിച്ചപ്പോൾ മരത്തിൽ കെട്ടിയിടുകയും മുടി മുറിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സ്ത്രീ ബോധരഹിതയായതിനെ തുടർന്ന് പ്രദേശവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്. അതിന് പിന്നാലെ നാർസിംഗ്ഡി ജില്ലയിൽ മോണി ചക്രവർത്തി എന്ന യുവാവിനെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ആൾക്കൂട്ടം അതിക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മോനി ചക്രവർത്തി കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നരയിൽ ആസ്ഥാനമായുള്ള ദിനപത്രത്തിന്റെ ആക്ടിംഗ് എഡിറ്ററും ജിഷോർ ജില്ലയിലെ ഫാക്ടറി ഉടമയുമായ റാണ പ്രതാപിനെ ഒരു കൂട്ടം ആളുകൾ വെടിവെച്ച് കൊലപ്പെടുത്തി. കേശബ്പൂർ ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായ പ്രതാപ് കോപ്പായിലെ ബസാറിൽ 2 വർഷമായി ഐസ് ഫാക്ടറി നടത്തിവരികയായിരുന്നു. ചിലർ അദ്ദേഹത്തെ ഐസ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും ഇടവഴിയിലേക്ക് കൊണ്ടുപോയി വെടിവെക്കുകയുമായിരുന്നു. അതിനുശേഷം കഴുത്തറുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ഡിസംബർ 31 ബോകൻ ചന്ദ്രദാസ് എന്ന യുവാവ് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി. ധാക്കയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ മരുന്നുകടയും മൊബൈൽ ബാങ്കിംഗ് ബിസിനസ്സും നടത്തുന്ന ആളായിരുന്നു ഖോകൻ ദാസ്. കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത്. അക്രമികൾ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. തലയിലും മുഖത്തും വ്യാപിച്ച ആ തീ അണയ്ക്കുന്നതിനായി ഖോകൻദാസ് തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് ചാടി. ബഹളം കേട്ടെത്തിയ സമീപവാസികൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഖോകൻദാസ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം തന്നെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവും ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി മരണപ്പെട്ടു. മെമൻ സിംഗിലെ ഫലൂക്കയിൽ തുണി നിർമ്മാണശാല ജീവനക്കാരൻ ആയിരുന്നു ഇയാൾ. മതനിന്ദ ആരോപിച്ച് ഫാക്ടറിക്ക് പുറത്തുവെച്ച് ആൾക്കൂട്ടം ഇയാളെ അടിക്കുകയും പിന്നീട് മരത്തിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തുകയുമായിരുന്നു. ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കിടെയാണ് ദീപു കൊല്ലപ്പെട്ടത്. ഇതെല്ലാം പുറത്തുവന്ന കണക്കുകളാണ്. പുറത്തുവരാത്ത നിരവധി ആക്രമണങ്ങൾ വേറെയും ഉണ്ടാകാം. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കൊല്ലുമ്പോഴും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ വന്നതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്.